ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ആൻ്റഗണിസിൻ്റെ കസ്റ്റം റൂം മാച്ചിലേക്ക് എവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നലത്തെ റൂം മാച്ച് നമ്മളൊന്ന് ജസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. ഇന്നലെ അപ്ഡേഷനൊക്കെ വന്നതുകൊണ്ട് നമുക്കങ്ങനെ എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് നമ്മൾ ഇന്നലത്തെ റൂം മാച്ച് നമ്മൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് നമ്മുടെ ഇന്നത്തേക്ക് ആയിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ വീക്കെൻഡ് മാപ്പായിരുന്നു കളിക്കേണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മാപ്പ് ഇറാങ്കിലാണ്. കാരണം അപ്ഡേറ്റ് ചെയ്തൊരു വീക്കെൻഡ് മാപ്പൊക്കെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് ഇറാങ്കൽ മാപ്പാക്കിയിരിക്കുകയാണ് ഉടനെ തന്നെ. അപ്പോൾ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ വീക്കെൻഡ് മാപ്പ് പ്ലേ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടീംസൊക്കെ 60 പേരാണ് ഇതുവരെ വന്നിട്ടുള്ളത്. സമയം വളരെ വൈകിയിരിക്കുന്നത്, ആൾ കുറവാണ്. അപ്പം റെഡ് എക്സിൻ്റെ ടീമിൽ നിന്ന് 3 പേര് വന്നിട്ടുണ്ട്. PWDൻ്റെ ടീം ഫുള്ള് വന്നിട്ടുണ്ട്. 2 ഇല്ല, 3 ഇല്ല, 5 ഇല്ല, അല്ല 2 ഉണ്ട്, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6. KPZൻ്റെ ടീം അവർ ഫുള്ളാണ്. ടീം നമ്പർ 7 സ്കൾ ഗ്രാൻഡ് പാക്ക് കുറച്ച് 3 പേര് വന്നിട്ടുണ്ട്. ടീം നമ്പർ 8 ഇലക്ട്രോൺസ് ടീമുണ്ട്. ടീം നമ്പർ 9 SD എല്ലാവരും ഉണ്ട്. ടീം നമ്പർ 10 റിവൽ 11 ഇല്ല, 12 ഇല്ല, 13 ഇല്ല. ടീം നമ്പർ 14 ഇൻഫേർണോയിൽ 2 പേർ. ടീം നമ്പർ 15 RIP. ടീം നമ്പർ 16 വന്നിട്ടില്ല. ടീം നമ്പർ 17 അഖിലാസ്. ടീം നമ്പർ 18 എറ്റേണൽ. ടീം നമ്പർ 19 ആം. ടീം നമ്പർ 20 ട്രിപ്ലെക്സ്. ടീം നമ്പർ 21 ആവുൾ. 22 മോൾട്ടോവ്. 23 ഹോക്സ്. 24 വന്നിട്ടില്ല. 25 ആൻ്റഗണിസ്റ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂം മാച്ചിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 61 പ്ലേയേഴ്സാണ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇന്നെന്താണെന്ന് അതിൽ പ്ലേയേഴ്സ് വളരെ കുറവാണ്. അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ വരാത്തതെന്നറിയില്ല. എന്തായാലും വരുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വരിക. നമുക്കത്രയും പെട്ടെന്ന് റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 75-80 പേര് വെച്ചാണ് നമ്മൾ സ്ഥിരം നമ്മുടെ റൂം മാച്ച് കളിക്കുന്നത്. ഇന്ന് പൊതുവേ ഇന്ന് വളരെ കുറവാണ്. ഇന്ന് 64 പ്ലേയേഴ്സാണ് ഇതുവരെ ജോയിൻ ആയിരിക്കുന്നത്. ബാക്കി പ്ലേയേഴ്സിന് എന്ത് പറ്റിയെന്നറിയില്ല. എന്തായാലും ബാക്കി പ്ലേയേഴ്സ് വരാനുണ്ട്. 65 പ്ലേയേഴ്സ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇതുവരെ. ഒട്ടുമിക്ക ടീമുകളും വന്നിട്ടുണ്ട്. കുറേ ടീമുകൾ ആബ്സെൻ്റ് ആയ ടീമുകളാണ് വരാത്തത്. അവർ എന്താണ് കളിക്കാൻ വരാത്തതെന്നറിയില്ല. അവർക്ക് ചിലപ്പം അപ്ഡേഷനോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സാങ്കേതിക വിദ്യ പ്രശ്നങ്ങൾ കാരണമായിരിക്കും അവർ റൂം മാച്ച് കളിക്കാൻ വരാത്ത. എന്തായാലും നമുക്ക് നമ്മുടെ റൂം മാച്ച് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരിക്കുന്നു. 10:05 നമ്മൾ ഉടനെ തന്നെ നമ്മുടെ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. കാരണം വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി നേരമായിട്ട് ഇവിടെ നിൽക്കുന്നവരായിരിക്കാം. അവർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാ പ്ലേയേഴ്സിനോട് ജോയിൻ ചെയ്യാൻ പറയുന്നത്, മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ റൂം മാച്ചിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒട്ടും ലാഗ് അടിപ്പിക്കാതെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റൂം മാച്ചിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ നോക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ റൂം മാച്ച് തുടങ്ങുകയാണ്. വരാനുള്ളൊരു ചെറിയ താമസമാണ്. അങ്ങനെ നമ്മൾ റൂം മാച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായിട്ട് നമുക്ക് എല്ലാവരെയും കാണാം. നല്ല ഒരു വീല്. അങ്ങനെ എല്ലാവരും അവർ ഓടിക്കളിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഓരോ ടീമുകൾ. ചിലരൊക്കെ ഇവിടെ വെറുതെ നിൽക്കുന്നു. അങ്ങനെ നമ്മളെ മാച്ചിലേക്ക് പോകുകയാണ്. നമ്മളെ ഫ്ലൈറ്റിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് ലിപ്പോക്ക് വഴി ഷെൽട്ടർ ടച്ച് ചെയ്ത് ഫാമിൽ കൂടെ മിലിറ്ററി ബേസിലോട്ട് ചെല്ലുകയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ ഇറങ്ങേണ്ട സ്ഥലം നേരത്തെ നോക്കി വെച്ചോളൂ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ മാപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. എത്തിയുമ്പോൾ തന്നെ ഒരു 2-3 ടീംസ് അവിടെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ടീം നമ്പർ 25 ഇവിടെ ചാടുകയാണ്. ടീം നമ്പർ 23 ഇപ്പോഴും ഫൈറ്റ് തന്നെയാണ്.
22. ടീം നമ്പർ 17 ഒക്കെ ഇങ്ങനെ കമ്മേഷ്കിലോട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു എത്തുമോ എന്നറിയില്ല. എന്നാലും അവർ മാക്സിമം പരിശ്രമിക്കുകയാണ് അങ്ങോട്ട് എത്താനായിട്ട്. ടീം നമ്പർ 16 പോച്ചിങ്കിലോട്ട് ചാടുകയാണ് ആദ്യം തന്നെ. പോച്ചിങ്കിയിൽ അടിച്ച് താഴെ ഇടുന്ന പറഞ്ഞാണ് ടീം നമ്പർ 15 വന്ന് ആറപ്പിയുടെ പിള്ളേർ പോച്ചിങ്കി കാണും. വാടാ, ഏതവനാണ് ധൈര്യമുള്ളവന്മാർ വാടാ എന്നുള്ളൊരു വെല്ലുവിളികളോടുകൂടി തന്നെ ഇറങ്ങുവാൻ തോന്നുന്നു. അപ്പോൾ 14 ഇൻഫേർണോ ഇവിടെ 9 SD പിള്ളേരൊക്കെ ഇറങ്ങി ലൂട്ടടി തുടങ്ങിയിരിക്കുകയാണ്. SD പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ലൂട്ടടി തുടങ്ങിയിരിക്കുകയാണ് ഓരോ വീട്ടിലൊക്കെ കയറിയിട്ട്. അപ്പോൾ അവരങ്ങ് ആദ്യം എത്തിയെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് 8 ഇലക്ട്രോണിക്സിൻ്റെ ടീം. അവർ സ്കൂളിലെത്തിയിരിക്കുകയാണ്. സ്കൂളിലെല്ലാം പൂട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ പബ്ജിയിലെങ്കിലും അവർ സ്കൂളിലെത്തിയിരിക്കുകയാണ്. അവർക്ക് സ്കൂളിനോടുള്ള ആഗ്രഹം കൊണ്ട് അവർ അങ്ങ് എത്തിയിരിക്കുകയാണ്. അവർ സ്കൂളിൽ നിന്ന് മേയുകയാണ് സ്കൂളിലൊക്കെ. ടീം നമ്പർ 7 ഇങ്ങനെ ഒരു യാത്രയിലാന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മുടെ നെറ്റിൻ്റെ ഒരു ചെറിയ വിഷയം കൊണ്ടായിരിക്കും അവരൊക്കെ നിൽക്കുന്നത്. ടീം നമ്പർ 6 ഒക്കെ യാസിയാന പൊളിയാനയിൽ ഇങ്ങനെ പിരിക്കുകയാണ്. ഇവിടെ ടീം നമ്പർ 25 ഉണ്ട്. അങ്ങനെ നമ്മുടെ ആമിൻ്റെ ടീം ഇവരുടെ അടുത്തൊരടിയുണ്ടോ? 10 ടീം നമ്പർ റിവലിൻ്റെ പിള്ളേർ അടിച്ച് താഴെ ഇടുകയാണ്. ആമിൻ്റെ പിള്ളേർ ഇവിടെ വന്നുടഞ്ഞ് തന്നെ ഒരു ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ആക്രമണം ശക്തരായിരിക്കുകയാണ്. അവിടുന്ന് റിവലിൻ്റെ അടി അപ്പുറത്തുനിന്ന് വരുന്നു. ജോക്കർ M4 പിടിച്ചുകൊണ്ട് അടിക്കാനുള്ള നീക്കത്തിൽ അടിക്കണോ വേണ്ടോ. അപ്പുറത്ത് സ്മോക്ക് ഇട്ടിരിക്കുകയാണ് റിവലിൻ്റെ ടീം. അവിടെ പൊക്കുകയാണ്. അവിടെ ആമിനെ അങ്ങ് അടിച്ച് താഴെ ഇടാനുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ആമിൻ്റെ സ്കൗട്ട് ജെയറിനിട്ടൊരു അടി. ആമിൻ്റെ സ്കൗട്ട് ജെയർ നോക്കായിരിക്കുന്നു. റിവൽ ഗുസി അടിച്ച് താഴെ ഇടുന്നു. ആമിൻ്റെ സ്കൗട്ട് ജെയർ ഇഴഞ്ഞിഴഞ്ഞ് നീക്കുകയാണ്. നോക്കായിട്ട് സ്കൗട്ട് ജെയറിനെ പൊക്കുവോ? അത് ആമിൻ്റെ ടീം അടിച്ച് താഴെ ഇടും. ഗുസി അടിച്ച് താഴെ ഇട്ടിരിക്കുന്നു. സൈലൻ്റ് അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. സൈലൻ്റ് ആണെങ്കിലും ഭയങ്കര വയലൻ്റ് ആയിട്ടൊരു കളിയാണ് സൈലൻ്റ് ഇവിടെ കാഴ്ചവെക്കുന്നത്. സൈലൻ്റ് നേരെ സ്റ്റണ്ട് ഇട്ടിരിക്കുകയാണ് ഇവിടെ. സൈലൻ്റ് റിവൽ ഗുസിയെ തീർത്തിരിക്കുന്നു. ഇപ്പുറത്ത് വരികയാണെങ്കിൽ ട്രിപ്ലക്സിൻ്റെ ടീമിൻ്റെ അടുത്ത് എൻകൗണ്ടർ DJ അടിച്ച് താഴെ ഇടുന്നു. ഹോക്സും എൻകൗണ്ടറും തമ്മിലുള്ളൊരു അടി. ഇപ്പട്ടെ ഹോക്സും ട്രിപ്ലക്സിൻ്റെ ടീമും ആയിട്ടൊരു അടി ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. ഹോക്സിൻ്റെ മാഷി 2 കില്ലെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ട്രിപ്ലക്സിനെ അങ്ങ് തീർക്കാനായിട്ട്.
ട്രിപ്ലക്സ് തിരിച്ചടിക്കുമോ? ട്രിപ്ലക്സ് തിരിച്ചടിക്കുന്ന ഒരു ടീമാണ്. അവർക്ക് അതിനുള്ളൊരു ഇതുണ്ട്. അതാ ട്രിപ്ലക്സ് ഹോക്സ് മഹിയ അടിച്ചങ്ങ് താഴെയിട്ട് ഞാൻ ട്രിപ്ലക്സ് ചെയിൻ കില്ലർ. ഇതാ ഇപ്പുറത്തെ ഹോക്സ് ലോഗൻ ക്രോസ് ബോയ്ക്ക് അമ്പെയ്ത് കൊല്ലാനുള്ള തീർത്തു. ഹോക്സിനെ തീർത്തു. അങ്ങനെ ട്രിപ്ലക്സിൻ്റെ ചെയിൻ കില്ലറും ഷാരോണും കൂടി പരിശ്രമിച്ചിട്ട് ഹോക്സിനെ അങ്ങ് തീർത്തിരിക്കുകയാണ്. ഹോക്സിനെ നിലം പതിച്ചാക്കിയിരിക്കുകയാണ്. അടുത്ത ടീം നമ്പർ 19 എടുത്തുകൊണ്ട് പോയ സൈലൻ്റ് ഒരു കില്ലെടുത്ത് പിന്നെ നിൽക്കുകയാണ്. റിബലുമായിട്ടുള്ള അടി ഇവരുടെ തീർന്നില്ലേ? അതോ കഴിഞ്ഞോ? അവരക്രമമൊക്കെ വിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ലൂട്ടടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. രണ്ട് ടീമുകളും മാറിയിരിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള അടിയൊന്നും ഇവിടെ നടക്കുന്നില്ല. നമ്മുടെ ടീം നമ്പർ 2 PWയുടെ ടീമൊക്കെ ഇവിടെ കാറിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പാലത്തിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവരൊന്നും അധികം അങ്ങനെ ഇന്ന് അവരുടെ അക്രമശക്തരായിട്ടില്ല അവരിതുവരെ. സാധാരണ എല്ലാ കളിയിലും അവരാണ് ആദ്യം അക്രമശക്തരാകുന്നൊരു ടീം. ഇന്നെന്തോ ഒരു ശാന്തരൂപരായിട്ട് കളിക്കുകയാണ്. നോക്കാം വരും. അങ്ങനെ ട്രിപ്ലക്സിൻ്റെ പിള്ളേർ ഹോക്സിനെ അടിച്ചിട്ട് ഇങ്ങനെ ആ ക്ഷീണത്തിലിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അമ്മർ പെട്ടിന്ന് ലൂട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പെതിയെ. ഇവിടെ ഒന്നൊരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. നമ്മുടെ 22 മോൾട്ടോവിൻ്റെ ടീം. മോൾട്ടോവിൻ്റെ പിള്ളേരിങ്ങനെ പെറ്റി ഇങ്ങനെ നീങ്ങി വരികയാണ്. നമ്മുടെ ട്രിപ്ലക്സിൻ്റെ അടുത്തോട്ടാണോ? ട്രിപ്ലക്സിൻ്റെ ടീമിൻ്റെ അടുത്തോട്ടാണോ അവരുടെ ഒരു പോക്ക്? അല്ല, അവർ തിരിച്ചു പോവുകയാണ്. ഇവിടെ വന്നിട്ട് അവർ ടീമും ഫുള്ളായിട്ട് വേറെ എവിടെയോ പോയി ലൂട്ടടിക്കാനുള്ള പ്ലാനിങ്ങിൽ അവരിങ്ങനെ നീന്തി നടക്കുകയാണ്. ഇവിടെ ആൻറ്റഗണിസ്റ്റിൻ്റെ ടീമൊക്കെ പൊളിയാനെ ലൂട്ടടിച്ച് ഇതുവരെ കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. ആൻഡ് സ്പാരൊക്കെ ഇവിടെ എപ്പോഴും ലൂട്ടടിയിലാണ്. ലൂട്ടടി മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ എനമയെ അടിക്കുന്നൊന്നുമില്ല. എന്താ തരത്തില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നില്ലല്ലോ. ആദ്യം 2 ചെറിയ അടി നടന്നതല്ലാതെ എല്ലാവരും വളരെ ശാന്തരായിട്ട് അവരവർ കാര്യം നോക്കി കളിക്കുന്നവർ തോന്നുന്നു. നാൾ കുറവുകൊണ്ട് ആയിരിക്കാം നമ്മുടെ സോണൊക്കെ അവസാനമാകുമ്പോൾ നമുക്ക് ഒരു മരണടിയൊക്കെ കാണാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും എല്ലാ ടീമുകളും ലൂട്ടൊക്കെ അടിച്ച് പെറ്റി സെറ്റാനുള്ളൊരു മൈൻഡിലാണ്. അങ്ങനെ വേറെ കാര്യം എന്ന് വെച്ചാൽ പല ടീമും പല സൈഡിലാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്നില്ല. കണ്ടുമുട്ടിയാൽ അപ്പം അടിയാണ്. വേറൊരു കാര്യം,
എല്ലാവരും ഇങ്ങനെ സോണിലോട്ടൊക്കെ എത്തുന്നതേ ഉള്ളൂ. നമ്മുടെ സോൺ അടുത്ത ചെറുതാകുമ്പോഴത്തേക്കിനും അടുത്ത സോൺ വരുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ സാധിക്കും ഓരോ ടീമുകളൊക്കെ ഇങ്ങനെ ഏറ്റുമുട്ടുന്നത്. ഇവിടെ ഇൻഫാൻഡർ ടീമിൽ ഗോസ്റ്റ് റെഡ്ഡി നോക്കായി കിടക്കാണ്. ഗോസ്റ്റ് റെഡ്ഡി ആരാണ് നോക്കാക്കിയത്? ഇവിടെ റിവൈവ് ചെയ്യുന്നതിന് പകരം അവനെ ഇങ്ങനെ കൊല്ലാം എന്നുള്ളൊരു നീക്കത്തിലാണെന്ന് തോന്നുന്നു കോസ്റ്റിൻ്റെ ടീം തന്നെ. ലിൽ പംബിച്ച് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് നേരെ. എ ഡബ്ല്യുവിന് നോക്കി നിൽക്കുകയാണ്. ഫ്ലെയറൊക്കെ കിട്ടി, ഫ്ലെയറൊക്കെ അടിച്ചിട്ട് നിൽക്കുന്ന നിപ്പാണ്. എം ഒക്കെ എടുത്ത് ഇങ്ങനെ എം എടുക്കാൻ വന്നപ്പോഴായിരിക്കും ഗോസ്റ്റ് റെഡ്ഡി വല്ല ബോംബ് ഇട്ട് ഇതാക്കിയതായിരിക്കാം. എന്നിട്ട് പെറ്റി എവരിങ്ങനെ നീങ്ങുകയാണ്. അപ്പം നമ്മുടെ ടീം നമ്പർ 25 അടുത്ത് നമ്മുടെ ടീം നമ്പർ 21 അവളിങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ട്. അങ്ങനെ അവരടിക്കാനുള്ള നിരക്കവും നീങ്ങലുമൊക്കെയാണ് ആൻ്റഗണിസ്റ്റിൻ്റെ പിള്ളേരുടെ ലക്ഷ്യം തോന്നുന്നു. അവളുടെ പിള്ളേർ അപ്പുറത്ത് നിന്നിട്ട് അവർ മാന്യമായിട്ട് ലൂട്ടടിക്കാൻ തോന്നുന്നു. നോക്കി നിൽക്കുകയാണ്, ആരാണ്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. വരട്ട എന്നുള്ള രീതിയിൽ അവളുടെ പിള്ളേരവിടെ നിൽക്കുന്നു. ആരാണെങ്കിൽ ഇങ്ങനെ കയറി നടന്ന് ഇങ്ങനെ എന്താ പറയുക, ഓടി അങ്ങ് നടക്കുകയാണ്. ഒരു എനമിയെത്താ എന്നുള്ളൊരു മട്ടിൽ. പക്ഷെ ഒരു എനമിയും കിട്ടുന്നില്ല. അങ്ങനെ അവളുടെ ടീമിനെ നോക്കിയുള്ള പോക്കാണോ അത്? വെറുതെ ഒരു മതിലിൻ്റെ സൈഡിൽ വന്നിരുന്നിട്ട് വെറുതെ സ്കോപ്പ് ചെയ്ത് നോക്കാം. ആൻഡ് സ്പാരോ വാട്ട് ഈസ് ദിസ്? ആൻ്റിലിയാണ് വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ നിന്ന് അനങ്ങാതിരിക്കുകയാണ് ആൻ്റിലിയോ. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം സേഫായിട്ട്, സ്റ്റേ അറ്റ് ഹോം എന്നൊരു പാറ്റേണാണ് ആൻ്റിലിയോ സ്വീകരിച്ചിരിക്കുന്നത്. വീട്ടിൽ തന്നെ ഇരുന്നങ്ങ് അനങ്ങാതിരുന്നുള്ള കളിയാണ്. ആര് വന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് വാശി പിടിക്കുന്ന പോലെ. നമ്മുടെ ബാക്കിയുള്ള ടീമുകളാ നമ്മുടെ ടീം നമ്പർ 9 STയുടെ ടീം നമ്പർ 9 ടീം നമ്പർ 8 STയും ടീം ഇലക്ട്രോൺസുമായിട്ട് റെഡിയാണ് ഇവിടെ കാണുന്നത്. ടീം ഇലക്ട്രോൺസ് കറങ്ങി അടിച്ചിരിക്കുകയാണ്. ST സ്പൈഡിയ തിരിച്ച് അവിടെ നിന്ന് ഇലക്ട്രോൺസിനെ അടിച്ച് താഴെ എടുത്തു. അങ്ങനെ ഇലക്ട്രോൺസ് പടമായിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഇലക്ട്രോൺസിനെ അടിച്ച് താഴെ ഇട്ടിരിക്കുന്ന STയുടെ ടീമിൽ 2 പേർ കില്ലായിരിക്കുകയാണ്. ST സ്ക്രീമും ST ഹൂണിഗാനും മാത്രം. ഇനി ST സ്ക്രീം 3 കില്ലെടുത്ത് മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ഇലക്ട്രോൺസിനെ നോക്ക് ചെയ്തിട്ട് ഉള്ള ഒരു നിപ്പാണ് ടീം നമ്പർ 9. ഇങ്ങോട്ടാണോ ടീം നമ്പർ 20 വരുന്നത്? ടീം നമ്പർ 20 ട്രിപ്ലക്സിൻ്റെ പിള്ളേർ ഇത് അവിടെ എത്തിയിരിക്കുകയാണ്. ഇല്ല, അവരങ്ങ് പോയോ? അവർ കണ്ടില്ല എന്ന് തോന്നുന്നു. അവർ കറങ്ങി വരാനുള്ളൊരു നീക്കത്തിൽ ഇതാ ട്രിപ്ലക്സിനിട്ട് അടിക്കുകയാണ്. ST സ്ക്രീം ട്രിപ്ലക്സിനിട്ട് അടിക്കുകയാണ്. ട്രിപ്ലക്സ് ആരോണും ട്രിപ്ലക്സ് കില്ലറും എൻകൗണ്ടർ DJയും കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർക്കെതിരെ ST സ്ക്രീമും എൻകൗണ്ടർ DJയ്ക്ക് ഇട്ട് നല്ല ഹിറ്റ് കൊടുത്തിരിക്കുന്നു. ST സ്ക്രീം തിരിച്ചപ്പുറത്താണെങ്കിൽ ട്രിപ്ലക്സ് ചെയിൻ കില്ലറിനെ അടിച്ച് താഴെ ഇടുന്നു. എൻകൗണ്ടർ DJ ഇവിടെ എൻകൗണ്ടർ DJയ്ക്ക് ഇട്ട് അടിക്കുന്നു. എൻകൗണ്ടർ DJ അടിച്ചിരുന്നു. ഹൂനിഗാൻ ST സ്ക്രീം ട്രിപ്ലക്സ് ആരോണെ അടിച്ച് താഴെ ഇട്ടിരിക്കുന്നു. ഇനിയുള്ളത് എൻകൗണ്ടർ DJ കില്ലാക്കിയിരിക്കുകയാണ്.
എൻകൗണ്ടർ DJയും ട്രിപ്ലക്സ് ചെയിൻ കില്ലറും അപ്പുറത്ത് ട്രിപ്ലക്സ് ചെയിൻ കില്ലറിനെ അവിടെ പൊക്കുന്നു. ഇപ്പുറത്തെ ST സ്ക്രീം ST ഹ്യൂനിഗനെ പൊക്കുന്നു. കറങ്ങി അടിക്കാനുള്ള പ്ലാനിങ്ങിൽ ചെയിൻ കില്ലർ ഹെൽത്ത് അടിച്ച് തെത്തുകയാണ്. ചെയിൻ കില്ലർ ചെയിൻ കില്ലറിനെ വീണ്ടും ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതുള്ള ചെയിൻ കില്ലറിനെ അടിച്ച് താഴെ ഇടുകയാണ്. ട്രിപ്ലക്സിനെ തീർത്തിരിക്കുകയാണ്. ഉഗ്രനൊരു വായ്പ SDയുടെ ഭാഗത്തുനിന്ന്. ST സ്ക്രീം 6 കില്ലുകൾ എടുത്തിരിക്കുകയാണ്. ട്രിപ്ലക്സിൻ്റെ 3 പേരെ ST സ്ക്രീം ഒറ്റയ്ക്ക് അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ST ഹ്യൂനിഗനെ റിവൈവും ചെയ്തു. അങ്ങനെ വളരെ നല്ലൊരു പ്ലേ, സൂപ്പർ ഒരു പ്ലേ ആണ് SDയുടെ സ്ക്രീം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. വാട്ട് ആൻ അമേസിങ് പ്ലേ എന്ന് തന്നെ പറയണം. 3 പേരെ മാറി മാറി അടിച്ച് തീർത്തിരിക്കുകയാണ് ട്രിപ്ലക്സിന്. അതും കരുത്തരായി ട്രിപ്ലക്സിൻ്റെ ടീമിനെ തന്നെ അങ്ങ് തീർത്തിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. സൂപ്പർ ഒരു പ്ലേ, അത്രയ്ക്ക് മനോഹരമായ ഒരു പ്ലേ ആയിരുന്നു SDയുടെ സ്ക്രീം ഇവിടെ കാഴ്ചവെച്ചത്. വാട്ട് അമേസിങ്. ഇനി നമുക്ക് 13 ടീമുകൾ കൂടെ അവശേഷിക്കുന്നു. ആ 13 ടീമിൽ നിന്ന് ആര് വിന്നേഴ്സ് ആകുമെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ചിക്കൻ ഡിന്നർ ആർക്കാണ്? അങ്ങനെ ടീം നമ്പർ 9 സോണിൽ കയറാനുള്ള ഒരു നീക്കത്തിൽ. സോൺ എത്തിയിരിക്കുകയാണ്. സോൺ അവർ അടുത്തെത്തിയിരിക്കുകയാണ്. അവർ സോണിൽ കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോണിൽ കയറുമോ? വണ്ടി എടുക്കുന്ന ടീം നമ്പർ 10. റിവൽസിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2PWDയുടെ ടീം അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ ലോറൻസ് GPയും കൊറോണയൊക്കെ അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അവരാണ് 10നെ അങ്ങ് തീർത്തത്. ആ 10ൽ ഇനി ഒരാളും കൂടെ ഉണ്ട്. കയറി അടിക്കാനുള്ള പ്ലാനിലാണ്. കയറി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ 10ൻ്റെ കാര്യം ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പോൾ റിവലിനെ അങ്ങ് തീർത്തിരിക്കുകയാണ് PWD പിള്ളേർ. അപ്പോൾ അവരങ്ങ് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അവർ പിന്നെയും പഴയ പോലെ കളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവർ കളി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ SDയുടെ ടീം ഇവിടോട്ട് എത്തിയിരിക്കുകയാണ്. SDയുടെ ടീം ഇങ്ങനെ ടീം നമ്പർ നമ്മുടെ PWD പിള്ളേർ അവന്മാരാണ്. ഒരു വൈപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അടുത്ത ആരെ കൊല്ലുമെന്ന് നോക്കി അവന്മാരുടെ അടുത്തോട്ട് വന്ന് നിൽക്കുകയാണ് ടീം നമ്പർ 9 ആണെങ്കിൽ ST സ്ക്രീം 2 ടീമിനെ ഒറ്റയ്ക്ക് നിന്ന് വൈപ്പ് അങ്ങ് ചെയ്തിട്ട് നിൽക്കുന്നൊരു പ്ലെയറാണ്. അപ്പോൾ കണ്ടറിയാം ഇനി അടുത്ത ഈ ടീമിനെ കൂടെ വൈപ്പ് ചെയ്യുമോ അല്ലോ ഇവർ തിരിച്ച് കയറി അങ്ങ് കൊല്ലുമോ നോക്കാം. ഇപ്പോൾ തെറ്റാണല്ലോ ടീമിൻ്റെ അടുത്ത് വന്നത്. തെറ്റാണോ? ഗോഡ്. ST സ്ക്രീം സൂപ്പർ അടി കൊടുക്കുകയാണ് ചെയ്ത് നമ്പർ 2-നിട്ട്. അങ്ങനെ ഒരുത്തന്നെ നോക്കാതിരിക്കുകയാണ്. ST സ്ക്രീം ഒരുത്തന്നെ നോക്ക് ചെയ്തിരിക്കുകയാണ്. ST ഹൂനിഗനെ അവിടെ തീർത്തിരിക്കുകയാണ്. ST ഹൂനിഗൻ പെട്ടെന്ന് ഇപ്പുറത്തോട്ട് വരികയാണ്. അവിടെ ടീം നമ്പർ 2-ൽ കൊറോണ അജു ഹെൽത്ത് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും കൊറോണ അജുനെ അങ്ങനെ നോക്ക് ചെയ്തിരിക്കുകയാണ്. ST സ്ക്രീം അവസാനം നോക്കായിരിക്കുകയാണ്. ST ഹൂനിഗൻ അടിച്ച് താഴെ ഇടുമോ?
തീർത്തു. അങ്ങനെ ടീം നമ്പർ 2 തീർത്തിരിക്കുകയാണ്. ടീം നമ്പർ 9 SD. വാട്ട് എ പ്ലേ. ഇപ്പോൾ 2 പേർ മാത്രമായിട്ട് നിന്ന് കളിക്കുന്ന. അപ്പുറത്തുനിന്ന് അവളുടെ ടീം ഇടയ്ക്ക് കയറി ഒരു അടി. അങ്ങനെ സ്ക്രീമിന് നഷ്ടമായിരിക്കുകയാണ്. ഇനി SD ഹ്യൂനിഗൻ മാത്രം ഒറ്റയ്ക്ക്. എന്നാൽ ഇവർ അമേസിങ് ഒരു പ്ലേ ആണ് ഇവർ കാഴ്ചവെച്ചത്. 3 ടീമിനെ, അത് ഇവർ 2 പേര് നിന്നിട്ട് അപ്പുറത്ത് PWയുടെ 4 പേര് നിന്നപ്പോൾ 4 പേര് അടിച്ച് താഴെ ഇട്ടെന്ന് പറഞ്ഞാൽ അവർ കളിച്ചത് ചില്ലറ കളിയിൽ അമേസിങ് പ്ലേ ആണ് അവർ കളിച്ചത്. അപ്പോൾ ഹ്യൂനിഗൻ മാത്രമായിട്ട് ഹ്യൂനിഗാൻ ഇവിടുന്ന് പെതിയ വണ്ടി എടുത്തങ്ങ് വിട്ടിരിക്കുകയാണ്. ഹ്യൂനിഗാനെ അവിടുന്ന് അടിച്ചിട്ടിരിക്കുന്നു. ഔൾക്യുഡേറ്റർ അത് എന്തൊരു കളിയാണ് ഔൾക്യുഡേറ്റർ കാണിച്ചത്. ഇനി 10 ടീമും കൂടെ നമ്മുടെ മോൾട്ടോൻ്റെ അടുത്ത്. മോൾട്ടോൻ്റെ ടീമിൻ്റെ അടുത്തൊരു ചെറിയ അടി ഉണ്ടായിരുന്നു. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇൻഫേർണോയുടെ ടീമുമായിട്ടാണ്. ഇൻഫേർണോയുടെ പിള്ളേരെ അടിച്ച് താഴെ ഇടുവാണോ മോൾട്ടോ? അവരെ ഗോസ്റ്റ് റെഡിയൊക്കെ പിന്നെ അടിച്ചിട്ട് താഴെ ഇട്ടെന്ന് തോന്നട്ടെ. ഇൻഫേർണോയുടെ ഗോസ്റ്റ് റെഡിയെ പിന്നെ പൊക്കാനുള്ളൊരു നീക്കത്തിലാണ് മോൾട്ടോ അല്ല, ഇൻഫേർണോ അവിടെ ടീം. അങ്ങനെ മോൾട്ടോൻ്റെ ടീം അമ്മനെ തകർക്കാനുള്ള രീതിയിൽ ചുറ്റി വലിഞ്ഞു നിൽക്കുകയാണ്. അടിക്കുകയാണ്. മോൾട്ടോ മാസിനെ അടിച്ച് താഴെട്ടിരിക്കുന്നു. ഫ്ലിൽ പമ്പ് വെച്ച് മോൾട്ടോ മാസിനെ അടിച്ച് താഴെക്കുന്നു. മോൾട്ടോ ഫ്ലാഷ്. ഇൻഫേർണോ അനൂജിനെ അടിച്ച് താഴെട്ടിരിക്കുകയാണ്. മോൾട്ടോ ഫ്ലാഷ്. ഇനിയുള്ളത് ലിപ് പമ്പിച്ചും ഗോസ്റ്റ് റെഡിയും. അങ്ങനെ ഇൻഫേർണോയെ തീർത്തിരിക്കുകയാണ്. ഇൻഫേർണോയെ നിലം പരിശാക്കിയിരിക്കുകയാണ് നമ്മുടെ മോൾട്ടോവിൻ്റെ ടീം. മോൾട്ടോ ഫ്ലാഷ് 2 കില്ലെടുത്തിരിക്കുകയാണ്. അടുത്ത എറ്റേണലിൻ്റെ ടീം. എറ്റേണൽ ടീം ഇവിടെ ആമിൻ്റെ പിള്ളേരുമായിട്ടൊരു ചെറിയ ഏറ്റുമുട്ടലാണ്. ആമിൻ്റെ സ്കൗട്ട് ജെയർ. എറ്റേണലിൻ്റെ ഡാഡി എറ്റേണലിൻ്റെ ഗോഡും. എറ്റേണൽ ഫോക്സ് ആം സ്കൗട്ട് ജെയറിനെ അടിച്ച് താഴെ ഇടുന്നു. കില്ലടിക്കുന്നു. ആം സൈലൻറ്റ് ഒറ്റ അടിക്കുന്നു. തീർത്തിരിക്കുകയാണ് എറ്റേണൽ ഫോക്സിനെ. സൂപ്പർ. എറ്റേണൽ തീർന്നിരിക്കുകയാണ്. ആമിൻ്റെ ടീമിൽ 2 പേർ, ആം സൈലൻറ്റും ആം ജോക്കറും എറ്റേണലിനെ തീർത്ത് 8 ടീമുകൾ. ഇനി നമ്മുടെ റെഡക്സിൻ്റെ പിള്ളേരും അവളുടെ ക്യൂഡേറ്റർ അപ്പുറത്തുണ്ട്. നമ്മുടെ 7 സ്കൽ ഗ്രാൻഡ് പേയും ഡബിൾ DP സോളും കൂടി ഇപ്പുറത്ത്. സ്കൽ ഗ്രാൻഡ് പേക്ക് അടിച്ചിരിക്കുകയാണ്. അവിടെ നമ്മുടെ ആൻഡിൻ്റെ ടീമും കൂടെ എത്തിയിരിക്കുകയാണ് അങ്ങോട്ട്. അവൾ ക്യൂഡേറ്ററിനിട്ട് അടിക്കുന്നു. അടിക്കുകയാണ് ആൻഡ് ലിയോ. ക്രേസി പരാബോയ് അവൾ ക്യൂഡേറ്ററിനെ അടിച്ചിരിക്കുകയാണോ? അങ്ങനെ 2 പേരെ നോക്ക് ചെയ്ത് അവൾ ക്യൂഡേറ്റർ നിൽക്കുകയാണ്. അവൾ ക്യൂഡേറ്ററിന് താഴെ നടിയ ആൻഡ് ലിയോയുടെ കഥ കഴിച്ചിരിക്കുകയാണ്. ക്രേസി പരാബോയ് അടിക്കുകയാണ്. അവൾ ക്യൂഡേറ്റർ 4 കിലോ ഒറ്റയ്ക്ക് നിന്നിട്ട് അപ്പുറത്തോ അവൾ ക്യൂഡേറ്റർ ആൻഡ് സ്പാരായി തീർത്തിരിക്കുന്നു. റെഡക്സ് റിക്കാവോ 2 കില്ലെടുത്ത് നിൽക്കുകയാണ്. റെഡക്സ് റിക്കാവോ ഒറ്റയ്ക്ക്. ഇപ്പുറത്ത് സ്കൽ ഗ്രാൻഡ് 10 നിൽക്കുന്ന ഡബിൾ DP സോൾ മാറി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കിങ് ഹെൻറിയും ക്രേസി പരാബോയും കൂടെ അവിടെ ഉണ്ട്.
പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ അവളുടെ ക്യൂഡേറ്ററാണ്. 6 കില്ലെടുത്ത് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ആഹാ, നമ്മുടെ റെഡ് എക്സ് വിക്ക് അവയും കൂടെ അവൾ ക്യൂഡേറ്റർ തീർത്തിരിക്കുകയാണ്. അവൾ ക്യൂഡേറ്റർ ഇവിടുന്ന് പോകാനുള്ളൊരു ശ്രമത്തിൽ ഇപ്പോൾ ഇവിടെ ഫുൾ സ്കോഡെന്ന് പറയാനായിട്ട് ടീം നമ്പർ 6 ഒരു 3 പേരുണ്ട്, ടീം നമ്പർ 17 4 പേരുണ്ട്. പിന്നെ നമ്മുടെ മോൾട്ടോ, അഖിലസിൻ്റെ ടീം, KPസിൻ്റെ മോൾട്ടോ, ഇവരാണ് സ്കോഡെന്ന് പറയാനായിട്ടുള്ളത്. ബാക്കി എല്ലാവരും 2 പേരും ഒരാൾ വെച്ചൊക്കെ കളിക്കുന്നത്. അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിന്നുള്ള 1 മാൻ ഷോ ആണ് 6 കില്ലെടുത്ത് കാണിക്കുന്നത്. ആം സൈലൻറ്റ് ആം ജോക്കറും കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ ഡെവിൾ DP സോൾ. ആ 17-ആയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. 17-ആയിട്ടുള്ള യുദ്ധത്തിലാണ് ഇവിടെ ടീം നമ്പർ 17 അടുത്ത് ടീം നമ്പർ 6 ഉണ്ട്. അങ്ങനെ 6 ടീമുകളായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. 22 മോൾട്ടോൻ്റെ ടീം ഇങ്ങോട്ട് എത്തുകയാണ്. ആമിൻ്റെ പിള്ളേർ അവിടെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. മോൾട്ടോ ഇവിടെ ഒരു നൈസ് അടിക്കുകയാണ്. ഹൗൾ ക്യൂഡേറ്റർ തീർന്നിരിക്കുകയാണ്. ആം സൈലൻറ്റ് അടിച്ച് താഴേട്ടിരിക്കുന്ന ഹൗൾ ക്യൂഡേറ്ററിനെ KPZൻ്റെ 6 ടീമുണ്ട്. ടീം നമ്പർ 17 രാകേഷ് മാമ്പയൊക്കെ ഇവിടെ ഉണ്ട്. ആമിൻ്റെ ടീം മോൾട്ടോ ഇത് അടി തുടങ്ങിയിട്ടാണ്. മോൾട്ടോ വാർ ബോൾട്ട് 6 ആരോ ഫ്യൂരിയെ തീർത്തിരിക്കുകയാണ് മോൾട്ടോ റാൽഫിനി. മോൾട്ടോവിൻ്റെ ടീമിൽ 3 പേർ. അപ്പുറത്ത് ടീം നമ്പർ 19 കിങ് ഹെൻറിയെ ഇവിടെ തീർക്കുകയാണ് മോൾട്ടോവിനെ അടിച്ചതായിട്ടും മോൾട്ടോ മാസിവിനെ അടിച്ചതായിട്ടും മോൾട്ടോ ആരെയാണ് അടിക്കുന്നത്? ക്രൈസി പാരാബോയ് അടിച്ച് താഴെ ഇട്ടോ. മോൾട്ടോ എന്തായാലും തീർന്നിരിക്കുകയാണ് കേട്ടോ. മോൾട്ടോ പ്ലേസ് ഓണിൽ തീർന്നിരിക്കുകയാണ്. ഇനിയുള്ള 19 ആം നമ്പർ 17-ആയിട്ടുള്ള അടി തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവസാന സോണിനോട് അടിക്കുമ്പോൾ നല്ലൊരു അടി ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ഇന്ന് ആദ്യമൊന്നും ഒരു മരണടി എന്നൊന്നും പറയാനുള്ളൊരു അടിയൊന്നും ഒട്ടും നടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് സോണിൽ ആമും നമ്മുടെ അക്കിലേസ് ഡോണൊക്കെ ഇവിടെ നിൽക്കുകയാണ്. അവരുടെ ടീമാണ് ഇനിയിപ്പോൾ ഒരു ഫുൾ സ്കോഡെന്ന് പറയാനുള്ളത്. പിന്നുള്ളത് ആമിൻ്റെ ടീമിൽ 2 പേരും 25 അലഗൻസിലെ ക്രേസി പരാബോയ് മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടും അഖിലേഷ് ഡോൺ ഇങ്ങനെ കയറി അടിക്കാനുള്ളൊരു ശ്രമത്തിൽ സൈലൻറ്റ് രാകേഷ് മാമ്പ കൂടെ എത്തുകയാണ്. ഇപ്പുറത്ത് ആം ജോക്കർ, ആം സൈലൻറ്റ്
ക്രേസി പരാബോയെ തീർത്തിരിക്കുകയാണ് ഇന്ത്യൻ ആർമിക്കാർ. 2 ടീം. നമ്മുടെ ആമും ടീം നമ്പർ 17. ഓ, അഖിലേഷ് ജോണെ അവിടെ തീർക്കുന്നു. അഖിലേഷ് ജോണെ അവിടെ തീർക്കുന്നു. AKH മാമ്പ അടിക്കുവോ? കയറി അടിക്കുവോ? AKH മാമ്പ സ്കൗട്ട് ജെയറിനെ അടിക്കുന്നു. സോയിലന്റ് FTW കയറി അടിക്കുന്നു. 3 പേര് നോക്കും. ഇന്ത്യൻ ആർമിക്കാർ മാത്രം. ഒരാൾ അഖിലേഷ് ജോൺ ഇതാ ഇവിടെ റിവൈവ് ആകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സൈലന്റ് 7 കില്ലടുത്ത് മത്സരത്തിൽ മുന്നേറി നിൽക്കുകയാണ്. വാട്ട് എ പ്ലേ. സൂപ്പർ ഒരു പ്ലേ ആണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നിവിടെ ആം സൈലന്റ് നല്ലൊരു പ്ലേ ആണ് കാഴ്ചവെച്ചത്. പിന്നെ നമ്മുടെ SDയുടെ സ്ക്രീം പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്നത്തെ മാച്ച് ഒരു 3 ടീമിനെ നൈസായിട്ട് വൈപ്പ് ചെയ്ത്, അതും ഉഗ്രൻ വൈപ്പിങ് ചെയ്യുന്ന SDയുടെ സ്ക്രീം. ഒരു ബിഗ് സല്യൂട്ട് ഇന്നത്തെ റൂം മാച്ച് നമ്മൾ കൊടുക്കണം. പിന്നെ ഈ ആം സൈലന്റ് വളരെ 2 പേരായിട്ട് പോലും ഫുൾ സ്കോഡ് അവർ വൈപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ IG ഏജന്റ് റാങ്ക്. ആം സൈലന്റ് അവിടുന്ന് തീർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ, ആം സൈലന്റ് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റൂം മാച്ച് ഇവിടെ അവസാനിക്കുകയാണ്.